ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പാർലമെന്റിലേക്ക് എത്തുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായി സൂചന. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എംപി സഞ്ജീവ് അറോറയെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾ ഉയർന്നത്. സഞ്ജീവ് അറോറ രാജിവെക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് കെജ്രിവാൾ എത്തുമെന്നാണ് AAP വൃത്തങ്ങൾ നൽകുന്ന സൂചന. പഞ്ചാബിലെ ലുധിയാന വെസ്റ്റിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സഞ്ജീവ് അറോറയെ ഇന്ന് രാവിലെയാണ് AAP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. AAPയുടെ സിറ്റിംഗ് സീറ്റാണിത്. വ്യവസായി കൂടിയായ അറോറയെ 2022 പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. 2028 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെ രാജ്യസഭാ അംഗത്വം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഇതോടെ വരുന്ന ഒഴിവിലേക്കാണ് കെജ്രിവാളിനെ പരിഗണിക്കുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ച ഈ വാർത്ത AAP നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ചർച്ച നടക്കുകയാണെന്ന് പാർട്ടി അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പഞ്ചാബിൽ മന്ത്രിസ്ഥാനവും കെജ്രിവാൾ ഓഫർ ചെയ്തിട്ടുള്ളതായി AAP വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തു. 2013 മുതൽ ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന കെജ്രിവാൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ BJPയുടെ പർവേഷ് വർമ്മയോട് പരാജയപ്പെട്ടിരുന്നു.